ആസിഫ് അലിയാണ് തരുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. ഭയങ്കരം തന്നെ. മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ്. അനൗൺസ് ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് ആ ഒരു ഏരിയയിൽ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാം. കാണിച്ചേ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്ക? അവന്റെ ഒരു കണ്ണടയും കോട്ടും കോപ്പും മുക്കുകൊണ്ടവും ആ ഒരു സമയത്ത് ഭയങ്കര സൗണ്ടിങ് ആയിരുന്നു. ആ സൗണ്ടിങ്ങിൻ്റെ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആസിഫ് അലി, ഞാൻ സ്റ്റേജിലല്ല കയറിയത്, ഞാൻ താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ ആസിഫ് അലി ഓടി വരുന്നു, തരുന്നു. പിന്നെ ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല കേട്ടോ. ആസിഫ് അലിയെ അവിടെ കുറച്ച് കാണുന്നില്ല. പിന്നെ അപ്പൊ തന്നെ അങ്ങ് മറഞ്ഞു ആസിഫ് അലി. വിനാശകാലയെ വിപരീത ബുദ്ധി, അവൻ അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. പക്ഷെ ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫ് അലിയുടെ കൈ തട്ട് മാറ്റിയോ അല്ലെങ്കിൽ ആസിഫ് അലി, എൻ്റെ മനസ്സിൽ ജയരാജും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഫ്ലാഷ് ബാക്ക്. ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫ് അലിയുടെ കൈ തട്ട് മാറ്റിയോ അല്ലെങ്കിൽ ആസിഫ് അലി എൻ്റെ അങ്ങനെ ആസിഫ് അലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്. താൻ ഒരു പുല്ലുമല്ല. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. ഞാൻ പോകുന്നു. ബൈ ബൈ.